ഒരു മിനിറ്റിൽ 3 മാർക്ക് നേടിയാലോ? ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. മക്കളെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ മെറ്റീരിയൽ കണ്ടീഷൻസ് ഓഫ് ദി ഗംഗ ബേസിൻ പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഐഡിയാസ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഷേപ്ഡ് ദ മെറ്റീരിയൽ കണ്ടീഷൻ? BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്കുവച്ചു. ഈ ഭൗതിക സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയ ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നാണ്. അപ്പോൾ മക്കളെ പ്രധാനമായിട്ട് നമുക്ക് ആൻസേഴ്സ് അറിയാം. ഈ പറഞ്ഞ ഗംഗയുടെ തീരങ്ങളിൽ ഒരുപാട് അയണോർ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇരുമ്പ് അയിരിന്റെ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ആ ഇരുമ്പ് അയിരുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഇരുമ്പ് ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? യൂസ് ഓഫ് അയൺ വെപ്പൺസ് ആണ്. ഒരുപാട് ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗങ്ങളുണ്ട്. ആ ഇരുമ്പ് ഉപകരണങ്ങൾ ഇതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവർ കൃഷി ചെയ്യുന്നു. അങ്ങനെ ആ കൃഷിക്കകത്ത് എന്തുണ്ടാകുന്നുണ്ട്? അഗ്രികൾച്ചർ പ്രോഗ്രസ് അല്ലെങ്കിൽ കൃഷിയുടെ പുരോഗതി എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ കൃഷിയുടെ പുരോഗതി ഉണ്ടായ സമയത്ത് സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. ആ സർപ്ലസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ അവർ വിൽക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ ട്രേഡ് ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവരെന്ത് ചെയ്യണം? കച്ചവട സ്ഥാപനങ്ങൾ ഇതുപോലെ തന്നെ കച്ചവടം കൃത്യമായിട്ട് നടക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സിറ്റീസ് ഉണ്ടാകുന്നത്. അങ്ങനെ പുതിയ വ്യാപാരങ്ങളുടെയും നഗരങ്ങളുടെയും ഉദയം അല്ലെങ്കിൽ എമർജൻസ് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ്. അപ്പൊ ഈ പറയുന്ന മൂന്നുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പോൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ?